ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. എൻ്റെ മൈക്ക് അങ്ങ് കേടായിപ്പോയി, അത് കാരണം ചിലപ്പോൾ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നം വരും, എല്ലാവരും ക്ഷമിക്കണം. അതുപോലെ തന്നെ പഴയ പോലൊരു സപ്പോർട്ട് എല്ലാവരിൽ നിന്നും എനിക്ക് കിട്ടുന്നില്ല ഇപ്പം. അതിൻ്റെ ഒരു ചെറിയ വിഷമം എനിക്കുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് പ്രകാരം എനിക്കൊരു ഫാം തുടങ്ങണമെന്നൊരു വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അത് മുന്നോട്ട് നടത്തി എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ടാണോ ഇപ്പം നിങ്ങൾ വീഡിയോസ് കാണാത്തതെന്ന് അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് അത് നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം, കമൻറ്റിലൂടെ പറയണം. ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കുറവ് കൊണ്ടാണോ നിങ്ങൾക്ക് കാണുന്നതിൽ ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളെ ഒന്ന് അറിയിക്കണം. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ആക്കാനായിട്ട് പറ്റും. പിന്നെ ഞങ്ങൾ വീട്ടുവിശേഷങ്ങൾ ഇടുന്ന കാര്യം പറഞ്ഞായിരുന്നു. അതിനകത്ത് കുറേ പേര് അഭിപ്രായം ഇട്ടോളാനും പറഞ്ഞു. പക്ഷേ വീട്ടുവിശേഷം ഇട്ടതിന് ശേഷം അധികം ആരുടെയും സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടുവിശേഷം ഇടുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം. കാരണം നിങ്ങൾ പറയുന്ന അനുസരിച്ചാണ് നമുക്ക് അത്രയും വീഡിയോ ബെറ്റർ ആക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവരുടെ ബഹളം കാരണമാണ് ഞാൻ ഇപ്പുറത്തോട്ട് വന്നത്. ഇവർക്കാകുമ്പോൾ വലിയ ബഹളമില്ല. അപ്പോൾ എന്നോട് കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉത്തരവായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇതുപോലൊരു കുട്ടി എന്നോട് ചോദിച്ചായിരുന്നു, നേരത്തെ ഇതുപോലെ കോഴിയെ വളർത്തി അങ്ങനെ കോഴി എന്തൊക്കെ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതിന് ശേഷം അതിന് കോഴിയെ വളർത്താൻ താല്പര്യമില്ലായിരുന്നു. ചേച്ചിയുടെ വീഡിയോ കണ്ടതിന് ശേഷം കോഴിയെ വളർത്താനുള്ള താല്പര്യം ഉണ്ടെന്നും എന്തെങ്കിലും കോഴിക്ക് ബുദ്ധിമുട്ട് വന്നാൽ ചേച്ചിയോടെ സംശയം ചോദിച്ചാൽ പറഞ്ഞുതരാമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും എന്നോട് ചോദിച്ചാൽ മതി, എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞുതരാം. അതിനെനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ചോദിച്ചോളൂ. അതുപോലെ എന്നോടൊരു കുട്ടി ചോദിച്ചു, ചേച്ചി ഇതുപോലെ ചേച്ചിയുടെ കൂടെ എങ്ങനെയുള്ളതാണെന്നും അവരുടെ കൂട്ടിൽ നിന്ന് ഇതുപോലെ ഏതോ ഒരു ജീവി കോഴികളെ പിടിച്ചോണ്ട് പോയെന്നും പറഞ്ഞ്. അപ്പം കുട്ടിയുടെ വീട്ടിലെ കൂട് ഇതേ വലിപ്പമുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇതേപോലുള്ളത് നമ്മുടെ കാലിന് വലിപ്പമുണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു സിറ്റുവേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ കൂടിൻ്റെ കാലിന് വലിപ്പക്കുറവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ കട്ട വെച്ചിട്ട് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിപ്പം കിട്ടും. പെട്ടെന്നൊന്നും ചാടി പിടിക്കാത്തൊരു രീതി കിട്ടും. അതുപോലെ തന്നെ പിന്നെ ചുറ്റിനും മതിലുള്ള വീടാണോ മോടെ? ചുറ്റിനും മതിലുള്ള വീടാണെങ്കിൽ പുറത്തുനിന്നുള്ള പട്ടിയൊന്നും വന്ന് പിടിക്കത്തില്ല. അതല്ല, ചുറ്റിനും മതിലില്ല, കൂടിന് പൊക്കക്കുറവാണെങ്കിൽ പട്ടി പിടിക്കാം, അല്ലെങ്കിൽ കീരിയോ മരപ്പെട്ടിയോ ഇഴയന്തുക്കളോ ഒക്കെ വേണേലും പിടിക്കാം കേട്ടോ. കാല് പറിച്ചുകൊണ്ട് പോയ സ്ഥിതിക്ക് കീരിയാവാനാ സാധ്യത. കീരിക്ക് അങ്ങ് ഒരു സുഖമുണ്ട്. കാരണം പണ്ട് എനിക്ക് കോഴിക്കൂടുള്ള സമയത്ത് ഇതുപോലെ കീരി വന്ന് എൻ്റെ കൂടിൻ്റെ വിടവിൽ കൂടെ കാല് പറിച്ചുകൊണ്ട് പോകുമായിരുന്നു. അതുപോലെ വെളിയിൽ വലയിലെടുക്കുമ്പോൾ മരപ്പട്ടിയൊക്കെ പിടിക്കുമായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള കൂടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു പട്ടിയൊന്നും പിടിക്കത്തില്ല. ഇങ്ങനൊരു കൂടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ കുഞ്ഞ് നെറ്റ് കിട്ടി അത് ഫുള്ള് വെച്ച് കവർ ചെയ്യുക. കാരണം ചേര എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലും അതാണ് നമ്മുടെ കണ്ട ഫുൾ നമ്മൾ കവേർഡാണ് മതിൽ വെച്ചിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ ഇതിൽ നെറ്റ് കെട്ടാൻ ഇവർ മുട്ടയിടാൻ തുടങ്ങുമ്പോൾ നമ്മൾ കെട്ടി തുടങ്ങും. കാരണം ഇവിടെ കെട്ടിയില്ല. അതുപോലെ ഇഴയന്തുക്കളെ സൂക്ഷിക്കണം ഈ കൂടായാലും കേട്ടോ. ഇവിടെ പിന്നെ പൂച്ചയൊക്കെ ഉള്ളത് കാരണം ഇഴയന്ത് ശല്യമൊന്നുമില്ല. 7 പൂച്ച എനിക്കുണ്ട്. അവരെപ്പോഴും ഇവിടെ തന്നെ നടക്കുന്നുണ്ട്. ഇഴയന്ത് ശല്യമില്ല. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ കൂട് ഇങ്ങനെ ഇട്ടിട്ട് കൂട് മേടിച്ചിട്ട് വന്ന ശേഷം നമ്മൾ കുഞ്ഞു നെറ്റുകളും ഉള്ളടിക്കുക, മറ്റേ എൻ്റെ കൂടിന് ചെയ്തേക്കുന്ന പോലെ അടിക്കുക. അടുത്ത ഒരു ചോദ്യം വന്നതാണ് ഞങ്ങളുടെ ഡെക്സ്റ്ററിൻ്റെ ചെള്ള് ഞങ്ങൾ എങ്ങനെ മാറ്റിയെന്ന്. അതായത് ഞങ്ങളുടെ പപ്പിക്കുട്ടീൻ്റെ ചെള്ള് എങ്ങനെ മാറ്റിയെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ അതിനൊരു പൗഡറായിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയുന്ന കാൻഡിഡ് പൗഡർ. അത് നമ്മൾ പണ്ടേ തൊട്ടേ നമ്മൾ ഈ നായകൾക്കായാലും പൂച്ചകൾക്കായാലും ഒക്കെ നമ്മളത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ചെല്ല് പോകുന്നതാണ്. പക്ഷെ ഇപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്കൊരു സ്പോട്ടോൺ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. സ്പോട്ടോൺ എന്നാണ് നമ്മളത് പറയുന്നത്. കാരണം അത് ഈ സ്പോട്ട് പോലെ വരുന്നതാണല്ലോ ചെല്ലിനകത്ത് ഏറ്റവും നമുക്ക് കാണാൻ പറ്റുന്ന സ്പോട്ട് വരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഡെക്സ്റ്ററിനാണെന്നുണ്ടെങ്കിൽ ഈ സ്പോട്ടായിരുന്നു. ചെള്ള് വന്നിട്ട് മൊത്തം ഇങ്ങനെ വയറ്റത്തൊക്കെ കുത്തുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു ചെറിയൊരു ബോട്ടിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വരുന്ന ഒരു മരുന്നാണ്. നമ്മളത് അതിൻ്റെ മണ്ട പൊട്ടിച്ചിട്ട് നമ്മൾ ഈ പപ്പിക്കുട്ടീൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളതിൽ തൊടുകയൊന്നും ചെയ്യരുത്. നമ്മളത് ഗ്ലൗസ് വെച്ചിട്ടായിരിക്കണം ആ ഒരു മരുന്ന് അപ്ലൈ ചെയ്യേണ്ടത്.
അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ കൈകൊണ്ട് ഒന്നും തന്നെ നമ്മൾ തൊടാൻ പാടില്ല. അതുപോലെ തന്നെ നായ്ക്കുട്ടിയുടെ ആയാലും കണ്ണിലോട്ടോ വായിലോട്ടോ ഒന്നും പോവാതെ നമ്മൾ നോക്കണം. അതായത് നമ്മൾ പിടിച്ചിട്ട് അവരുടെ വായിലോ കയ്യിലോ ഒന്നും നമ്മൾ പിടിക്കാൻ പാടില്ല. കാരണം അത് ബോത്ത് ആനിമൽസിനായാലും ഹ്യൂമൻസിനായാലും കേടുള്ളൊരു സാധനമാണ്. നമ്മൾ അത് പിടിച്ചിട്ട് നമ്മൾ കണ്ണിലൊക്കെ കൈ വയ്ക്കുകയോ അല്ലെങ്കിൽ വായിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാലോ അത് വളരെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു ബാഡ് സൈഡ് കൂടെ ഉണ്ട്. പക്ഷെ അത് സ്പോട്ട് ഓൺ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 1 വീക്കിനുള്ളിൽ തന്നെ അവരുടെ ചെള്ളും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാടും എല്ലാം മാറുന്നതായിരിക്കും. ഒരാഴ്ച നമ്മളവരെ കുളിപ്പിക്കാനും പാടില്ല. ഒരാഴ്ച നമ്മളവരെ കുളിപ്പിക്കരുത്. പിന്നെ നിങ്ങൾക്ക് വൈപ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അകത്ത് വളർത്തുന്ന പപ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ വൈപ്സ് ഉണ്ടെങ്കിൽ കയ്യിലും അതുപോലെ തന്നെ ബാക്കിയുള്ള പോർഷൻസിലൊക്കെ നമുക്ക് വൈപ്സ് ഇട്ട് തുടയ്ക്കാം. പക്ഷെ ഒരിക്കലും കുളിപ്പിക്കരുത്. കുളിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു മരുന്ന് പിടിക്കില്ല. കാരണം ഒരാഴ്ചയാണ് ഈ മരുന്ന് ഫുള്ള് അവരുടെ ബോഡിയിൽ ചെന്നിട്ട് ഇത് ഫുള്ള് ഒരു ഓയിലി ഫീൽ അവരുടെ ബോഡിയിൽ മൊത്തം ആകും. എന്നിട്ട് ഈ ചെള്ള് മൊത്തം എന്ത് ചെയ്യും, അങ്ങ് ചത്തുപോകും. അപ്പോൾ നമുക്ക് അവരുടെ ആ ഒരു ചെള്ളിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് നല്ല രീതിയിൽ മാറ്റാൻ സാധിക്കും. അപ്പം ഞങ്ങളുടെ പപ്പിക്കുട്ടിക്ക് അതായത് ഞങ്ങളുടെ ഡെക്സ്റ്ററിന് ഞങ്ങൾ അതായിരുന്നു ചെയ്തത്. ഇപ്പം ഒരാഴ്ച കഴിഞ്ഞു, ഞാൻ അവനെ കുളിപ്പിച്ചു. അവൻ്റെ ദേഹത്ത് ചെള്ളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ല. 1-2 സ്പോട്ടുകൾ ഉണ്ടായിരുന്നു, അതും കുറഞ്ഞു. ഇപ്പം അവൻ വളരെ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഈ കൊടുക്കുന്ന ലെയർ മാഷിൻ്റെ ഒക്കെ കമ്പനി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ലൊരു കമ്പനി ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഏതായിരുന്നു നമ്മ കമ്പനിയുടെ പേര്? ലെയർ മാഷ് സ്പെഷ്യൽ കൃഷി. ലെയർ മാഷ് സ്പെഷ്യൽ കൃഷി അങ്ങനെ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്നാണ് നമ്മളത് മേടിക്കുന്നത്. പിന്നെ ലെയർ മാഷിൻ്റെ കൂട്ട് തന്നെ പ്രയോജനമുള്ള മുട്ടയിടുന്ന കോഴിക്ക് പറ്റിയ ഒരു തീറ്റയും കൂടെ ഉണ്ട്. ഞാൻ അത് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതറിയേണ്ടവർ എന്നോട് കമന്റ് ചെയ്ത് നിങ്ങൾ കമന്റ് ചെയ്യുക. സ്പെഷ്യൽ എന്താണെന്ന് കമന്റ് ചെയ്താൽ ഞങ്ങൾ കൊടുക്കുന്നില്ല. പക്ഷെ മുട്ടയിടുന്ന കോഴിക്കും മുട്ടയിടാൻ പരുവാകുന്ന കോഴിക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ അത് നല്ലൊരു ഫുഡാണ്. ലെയർ മാഷിന്റെ കൂട്ട് തന്നെ നല്ലൊരു ഫുഡാണ് അത്. അതിന്റെ പേര് ഞാൻ ഇപ്പൊ വെളിപ്പെടുത്തുന്നില്ല. നിങ്ങൾ കമന്റ് ചെയ്താൽ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം അമ്മ വേറൊരു ചോദ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെയർ മാഷും ഗോതമ്പും പോച്ചയും കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ്? മുട്ടയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലെയർ മാഷും ഗോതമ്പും പുല്ലും കൊടുത്താൽ മതി. മുട്ടയിടാൻ ആരംഭം വളർന്നുകൊണ്ടിരിക്കുന്ന കോഴിയുണ്ട് ഇതുപോലുള്ളത്. ഇവർക്ക് ഗ്രോവറാണ് കൊടുക്കട്ടെ. ഇവരിനിയിപ്പോൾ ഒരു ഈ മാസം അവസാനം അടുത്ത മാസം അധികം മുട്ടയിടും. ഇവർക്ക് ഞാൻ ഗ്രോവറാണ് കൊടുക്കുന്നത്. മറ്റേ മുട്ടയിടുന്ന കോഴിക്ക് ഞാൻ ലെയർ മാഷും പുല്ലും ഗോതമ്പുമാണ് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഈ ഗ്രോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസം വെക്കാനും വളർച്ചയ്ക്കും ഉള്ളതാണ്. മുട്ടയിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർക്ക് മാംസം വന്നുകൂടാ. കാരണം അവർക്ക് വെയിറ്റ് വളരെ കുറവായിരിക്കണം. അതിന് നമ്മൾ ലെയർ മാഷ് കൊടുക്കണം, എന്നാലേ മുട്ട ഇടത്തുള്ളൂ. ഗ്രോവർ കൊടുത്താൽ വെയിറ്റ് ആയിപ്പോവും. അത് വളർച്ചയ്ക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു ആഹാരമാണ്. ഞങ്ങൾ എക്സ്ട്രാ ചെയ്ത കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ ഫസ്റ്റിലെ വീഡിയോയിലൊക്കെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ സ്പെഷ്യൽ കൺസേൺ കൊടുത്തിട്ട് നമ്മൾ ഒന്നോടൊന്ന് കാട്ടിത്തരാണ്. ഇതാണ് നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ഗ്യാപ്പുകളും ഇതാ നമ്മൾ ഇതുപോലെ കുഞ്ഞ് നെറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. താഴെയും ചെയ്തിട്ടുണ്ട്. അത് കാക്ക മുട്ട കൊത്തായിരിക്കും. പിന്നെ ഇവിടെ എല്ലാം നെറ്റ് അടിച്ചു. ഇതൊക്കെ കുറച്ചുണ്ട്, ഇത്ര ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ അതെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. നെറ്റ് മേടിച്ച് ഫുൾ അടിച്ചാൽ മതി. എഴുതുന്നക്കൾ കയറത്തില്ല. പിന്നെ കർട്ടനൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്ത് കൊടുക്കണം. നമ്മൾ ലൈറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കർട്ടൻ മഴയൊക്കെ പെയ്യുമ്പോൾ അവർക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, വെയിലടിക്കുമ്പോൾ ഒന്നും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുക. പറിച്ചോണ്ട് വന്നതേ ഉള്ളൂ. പുല്ല് വളരെ ബുദ്ധിമുട്ടായി. ഇപ്പം അയ്യത്തൊക്കെ വലുതായിട്ടില്ലല്ലോ. ഞാൻ ഏതൊക്കെ പോച്ച കൊടുക്കുന്നേന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൊളച്ചീര ഞാൻ നേരത്തെ ഒരു വീട്ടിൽ കൊളവാഴയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. കൊളച്ചീര കൊളച്ചീര കൊടുക്കാം. വാഴയില നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ ചീലാന്തി ഇല, മുരിങ്ങയില, പയറുവർഗ്ഗങ്ങളുടെ ഇല, ഇതെല്ലാം അരിഞ്ഞിട്ട് കൊടുക്കുക. ഇങ്ങനെ വളർത്തുന്ന കോഴിയുടെ നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കണം. അല്ലാതെ അതുപോലുള്ള വലിയ കൂട്ടിലാണെന്നുണ്ടെങ്കിൽ കെട്ടിത്തൂക്കി കൊടുത്താൽ ഒരു പിച്ചി പറിച്ച് ഇരുന്നോളൂ. ഏതായാലും പോച്ച മസ്റ്റാ. പോച്ച കൊടുക്കുന്ന പറഞ്ഞാൽ മുട്ടയിടും. അതിലുപരി നമുക്ക് തീറ്റയിൽ ലാഭത്തിന്. പിന്നെ നമ്മൾ ഒരു കോഴിക്ക് എത്രത്തോളം ആണ് ഫുഡ് കൊടുക്കുന്നേന്നുള്ളത് ചോദിച്ചായിരുന്നു. അത് നമ്മൾ അങ്ങനൊന്നും ഇല്ലതാ. നമ്മൾ താണ്ട ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ ഗ്യാപ്പിൽ നിന്ന് ഓരോരുത്തരായിട്ട് തല വെളിയിലോട്ട് ഇട്ട് അവർ ഇതുപോലെ കഴിച്ചോളും. എല്ലാവരും കഴിച്ചോളും. അതുകൊണ്ട് ഒറ്റ കോഴിക്കുന്ന രീതിയില്ല. ഞങ്ങൾ 25 കോഴിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോദിച്ചായിരുന്നു, കോഴിയൊക്കെ മരിച്ചു പോവാന്ന് പറഞ്ഞായിരുന്നു.
അത് കാരണം നമ്മൾ കൂടുതലും മരിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസും മരുന്ന് കൊടുക്കുന്നില്ല. പിന്നെ അതുപോലെ നമ്മൾ നല്ല വൃത്തിയായിട്ട് അവരെ വളർത്തണം. വൃത്തിഹീനത്തിൽ വളർന്നാലും അവർക്ക് പെട്ടെന്ന് അസുഖം വന്നവർ മരിച്ചു പോകും. നമ്മളിപ്പം ഇതുപോലുള്ള കൂടായാലും അങ്ങനെയുള്ള വലിയ കൂടായാലും നമ്മൾ അവരെ നല്ല വൃത്തിയായിട്ട് ഹെൽത്തി ആയിട്ട് വളർത്തുക. അതിനോടൊപ്പം നമ്മൾ ആദായത്തിന് ആ കോഴിയെ വളർത്തുന്നെങ്കിലും അതിനോടൊപ്പം അവരെ സ്നേഹിച്ച് വളർത്തുക. പിന്നെ അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് അവരെ ഇടാവും. മരുന്നുകളും സ്ഥിരമായിട്ട് കൊടുക്കാമെങ്കിൽ ഒരു രോഗവും വരത്തില്ല. അവർ നല്ല രീതിയിൽ വളർന്നു വന്നു. പിന്നെ വെള്ളം ഛർദ്ദിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളം ഛർദ്ദിക്കുന്നത് പറഞ്ഞാൽ മോട കോഴിയുടെയൊക്കെ ചുണ്ട് പൊട്ടിച്ചതാണോ? ചുണ്ട് പൊട്ടിച്ച കോഴിയാണെങ്കിൽ വെള്ളം കുറച്ച് കുടിക്കുമ്പം തനിയെ അത് വായിന്ന് കുറച്ച് പുറത്തോട്ട് വരും. കാരണം അവരുടെ വാ പൊട്ടിയതല്ലേ, അവരുടെ ഒന്നും ചുണ്ട് മുറിച്ചതല്ല. ഓവറായിട്ട് വെള്ളം ചെന്നാലും വെള്ളം വെച്ച് കൊടുത്തേക്കില്ല. ഓവറായിട്ട് എപ്പോഴും വെള്ളം കുടിക്കുക, തിന്നുക വെള്ളം. അപ്പം അധികമായിട്ടുള്ള വെള്ളം ഇവര് ആഹാരം കഴിക്കുമ്പോഴും അല്ലാതെ വെളിയിലോട്ട് വരും. അതൊക്കെ നോർമലാണ്, അതിലൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കൂടുതലും വരാറുള്ളത്. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് അതുവഴി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരു വെറ്റിനറി ഡോക്ടറിനെ കാണിച്ചാൽ തീരാന്നേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ മരുന്നുകളെല്ലാം കൊടുത്ത് കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു പ്രശ്നവും വരത്തില്ല, മുട്ടയും കിട്ടും. പിന്നെ നാടൻ കോഴി മരിക്കാറില്ല എന്നൊരു കമന്റ് ഉണ്ടായിരുന്നു. കോഴികൾ ആരായാലും അസുഖം വന്നു കഴിഞ്ഞാൽ അവർ മരിക്കും. നാടൻ കോഴിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്കം വരും. കാരണം എനിക്ക് പണ്ട് നാടൻ കോഴി ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നല്ല നിൽക്കുന്ന കോഴിയാണ്. നമ്മൾ പിറ്റേന്ന് നോക്കുമ്പോൾ ആദ്യം അവരുടെ കാലങ്ങ് തളർന്ന് ഒറ്റ ഇരിപ്പ. ആഹാരമൊക്കെ കഴിക്കും, 2ന്റെയോ 3ന്റെയോ അന്നങ്ങ് മരിക്കും. അപ്പോൾ അതിനു വേണ്ടി ഒരു മരുന്ന് എൻ്റെ കയ്യിൽ അന്നൊരു മൃഗഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ ഇതുപോലെ പറഞ്ഞ് അങ്ങനെ പുള്ളി എനിക്കൊരു മരുന്ന് കുറിച്ച് തന്നു. പക്ഷേ എനിക്കത് വളരെ പ്രയോജനം ചെയ്ത മരുന്നാണ് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ എൻ്റെ 1-2 കോഴികൾ മരിച്ചു പോയായിരുന്നു. അപ്പം ഞാൻ ആ പുള്ളി തന്ന മരുന്ന് അങ്ങോട്ട് ഇങ്ങനെ കാല് വയ്യാതാവുന്നതിന് അങ്ങോട്ട് വായിലോട്ട് ഇത്ര തുള്ളി വെച്ച് അങ്ങോട്ട് ഇറ്റിച്ച് കൊടുത്ത് കാരണം എൻ്റെ ഒരുപാട് കോഴികളെ ആ രോഗത്തിൽ നിന്നും ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. ആ മരുന്നും വേണമെന്നവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം. അപ്പം ഒരുവിധം എല്ലാവരുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്നാണ് വിശ്വാസത്തിനകത്ത്. ഏതെങ്കിലും കമൻറ്റ് ഞങ്ങൾ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങളോടൊന്ന് അറിയിച്ചാൽ മതി. കാണുക. അതുപോലെ എൻ്റെ ഈ വീഡിയോ മാത്രമല്ല, താഴോട്ട് 89 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്ത് സംശയത്തിനുള്ള ഉത്തരവുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് ഇനിയും പോകാൻ ഇച്ചിരി നല്ല സപ്പോർട്ട് തരണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കുറച്ച് കുറവാകുന്നുണ്ട്. ഇപ്പോൾ അത് തന്നെ നമുക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പറയാനും ചെയ്യാനും നമുക്ക് സാധിക്കും. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കുറയുന്നതനുസരിച്ച് എനിക്ക് പ്രോത്സാഹനം കുറയും. സപ്പോർട്ട് കിട്ടുന്നതും സംശയം ചോദിക്കുന്നതനുസരിച്ച് എനിക്ക് ഉത്സാഹം കൂടും. എനിക്ക് കുറച്ച് കോഴികളോടെ വളർത്താനാണ് ആഗ്രഹം. അപ്പം അതിന് നിങ്ങളുടെ ഒരു സഹായം എനിക്ക് അത്യാവശ്യമാണ്. പിന്നെ ഡെക്സ്റ്ററിനെ ഞങ്ങൾ അന്ന് കാണിച്ചതിന് ശേഷം പിന്നെ കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഡെക്സ്റ്റർ എൻ്റെ കുരുത്തക്കേടും കളിയും അതെല്ലാം ഞങ്ങൾ ഈ വീഡിയോയിൽ തന്നെ എന്നെ താടാക്കാം. അതോ എന്തോ പ്രാവിനെ ഇതിൻ്റെയോ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള പടക്കം പൊട്ടിച്ചേക്കുകയാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കൽ. ഇനിയും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ. ഡെക്സ്റ്റർ ഡെക്സ്റ്ററിന് പറ്റിയ ഡൈപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ റബ്ബറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഇവന്. ഡെക്സ്റ്റർ എപ്പോഴും എന്താ അമ്മയുടെ കൂടാണ് അടുക്കളയിൽ ഫുഡിന് വെയിറ്റ് ചെയ്യുക. മോനു ഡെക്സ്റ്റർ ഇവിടെ കിച്ചണിൽ തന്നെ. ഞാൻ അവിടെ കൊണ്ട് കിടത്തും. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഒളിച്ചൊളിച്ചിങ്ങി വരും.